നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈവനിങ് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ആൻഡ് സെൻസെക്സ് അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് നമ്മുടെ നാളത്തേക്കുള്ള അനാലിസിസ് ആണ്. ഞാനിവിടെ ഷെയർ ചെയ്യുന്ന എല്ലാ ലെവൽസ് നമ്മുടെ ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ്. സോ ട്രേഡ് ചെയ്യാൻ നേരത്തെ എല്ലാം ശ്രദ്ധിക്കുക. നമ്മുടെ കോൺസെപ്റ്റ് ഫസ്റ്റ് ലേൺ ചെയ്യുക, പിന്നെ ഇത് ഏൺ ചെയ്യുകയാണ്. സോ മാർക്കറ്റിൽ എത്ര വേണമെങ്കിൽ മാക്സിമം നമ്മൾ ഫസ്റ്റ് ലേൺ ചെയ്യണം. മാർക്കറ്റിൻ്റെ ഓരോരോ ട്രെൻഡ് കാര്യങ്ങളൊക്കെ എല്ലാം എന്തൊക്കെയാണ് ഡീപ്പ് അനലൈസിസ് ചെയ്യണം, പഠിക്കണം. എന്നിട്ടേ നമുക്ക് ശരിക്കും ട്രേഡ് എടുക്കാവുള്ളൂ. ഓർ ചാർട്ട് ശരിക്കും ചാർട്ട് അനലൈസിസ് ചെയ്യാൻ പഠിക്കണം. എന്നിട്ടേ നമുക്ക് എന്തെങ്കിലും ഫർദർ അപ്സൈഡിൻ്റെ റിസ്ക് എടുക്കാവുള്ളൂ കേട്ടോ. എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മുടെ ചാർട്ടിൽ, നിഫ്റ്റിയുടെ ചാർട്ട് അനലൈസിസിൽ നമ്മുടെ ഇന്നലെ ഞാൻ എടുത്തു പറഞ്ഞായിരുന്നു, തേർഡ് വേവ് ഇതിൻ്റെ അബവ്. ഇന്നലെ ശരിക്കും ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. മീൻസ് തേർഡ് വേവിലേക്ക് എൻ്റർ ആവുമോ ഓർ ഫർദർ ഫോൾ വരുമോ. ബട്ട് ഇത് ക്ലിയർ ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ അതിൻ്റെ റീൽ കൂടി അപ്ലോഡ് ചെയ്തായിരുന്നു. ദാറ്റ് മീൻസ് ഈ ഒരു ഹൈഡ് അബവ് ഫസ്റ്റ് വേവിൻ്റെ ഹൈഡ് അബവ് പ്രൈസ് പോയി സസ്റ്റെയിൻ ആവാൻ തുടങ്ങിയാൽ ദാറ്റ് മീൻസ് നമ്മൾ എൻറ്റേർഡ് ആയി തേർഡ് വേവിലേക്ക്. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, എൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു പേഴ്സണലി. പിന്നെ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ ഞാൻ ഇതുകൂടി പറഞ്ഞായിരുന്നു, ഈ ഒരു ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ ഉണ്ട്, അതിൻ്റെ ബ്രേക്ക് ഔട്ട് ആയാൽ അതായത് പ്രൈസ് സസ്റ്റെയിൻ ആവും, പിന്നെ സപ്പോർട്ട് വീണ്ടും പോകും. ദാറ്റ് മീൻസ് ട്രയാങ്കിൾ പാറ്റേണിൻ്റെ ഒരു ബ്രേക്ക് ഔട്ട് ആക്കിയാൽ ദാറ്റ് മീൻസ് നമ്മൾ ഓൾറെഡി പിന്നെ ആ പാറ്റേണിലേക്ക് നമ്മൾ അതിലേക്ക് എൻറ്റേർഡ് ആയി. ദാറ്റ് മീൻസ് ഒരു ബുള്ളി സൈഡിലേക്ക് എൻറ്റേർഡ് ആയി എന്ന് പറയാം. ഓക്കെ, സോ ഇതാണ് ഓവറോൾ സ്ട്രക്ചർ, ഇന്നലെ ഞാൻ ഷെയർ ചെയ്ത സ്ട്രക്ചർ. ഇനി നമുക്ക് നാളത്തെ അനാലിസിസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഇത് ഞാനിപ്പോൾ ഡിലീറ്റ് ചെയ്യുന്നു. നമുക്ക് വേറെ ഇതൊന്നും നോക്കാനോ ഇല്ല. താഴത്തെ സപ്പോർട്ട് വേണമെങ്കിൽ ഇങ്ങനെ ഇരിക്കട്ടെ, ചേഞ്ചസ് ഒന്നും ഇല്ല. യെസ്, നാളത്തെ ഇനി സപ്പോർട്ട് വരുന്നത് 23,430. ഇനി ഇപ്പോൾ നമ്മൾ തേർഡ് വേവിൽ എൻ്റർ ചെയ്തു. ഓക്കെ റൈറ്റ്, തേർഡ് വേവ് എൻ്റർ ചെയ്ത് തേർഡ് വേവ് ടാർഗറ്റ്സ് നമ്മൾ എപ്പോഴും എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത് വെച്ചാൽ, നമ്മുടെ എക്സ്റ്റെൻഡഡ് ഫിബൊനാച്ചി എടുക്കാം. യെസ്, ഓക്കെ, ആൻഡ് ദെൻ ബോട്ടം ടു ടോപ്പ് ഓഫ് ഫസ്റ്റ് വേവ്. ഓക്കെ, ദ പ്രൈസ് ബോട്ടം ടു ടോപ്പ് ഫസ്റ്റ് വേവ്, ആൻഡ് ദെൻ നമുക്ക് ഇങ്ങനെ നോക്കാം. സോ നമ്മൾ ഇന്ന് നോക്കുകയാണെങ്കിൽ കറക്റ്റ് എക്സാക്ട്ലി 61.80% ആണ് അടിച്ചേക്കുന്നത്. 23,730 അതാണ് ഇന്ന് പ്രൈസ് അടിച്ചേക്കുന്നതാണ്. സോ പ്രൈസ് ഇനി ഫർദർ അപ്സൈഡ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാകും. ബട്ട് ഒരു പുൾ ബാക്ക് തരും, ദെൻ വീണ്ടും ആയിരിക്കും മുകളിലേക്ക് പോകുന്നത്. ഓർ നാളെ ഗ്യാപ്പ് അപ്പ് തന്നെ മുകളിലേ ആവണം. ഗ്യാപ്പ് അപ്പ് എവിടെ ആവേണ്ടതാണ്? 78.60%. ദാറ്റ് മീൻസ് നിയർ 23,860 സംതിങ്, 60 to 70. ഓക്കെ, ആ ഒരു ഏരിയ നമ്മുടെ റെസിസ്റ്റൻസ് ആയിരിക്കുള്ളൂ ഓവറോൾ. പിന്നെ അതിൻ്റെ ടാർഗറ്റ് ഇതിൻ്റെ അബവ് പോയ പ്രൈസ് പിന്നെ ടാർഗറ്റ് എവിടെ വരുന്നത്? നമ്മൾ 100% 24,000 ആൻഡ് അതിൻ്റെ അബവ് 24,280 വരെ ടാർഗറ്റ്സ് കാണുന്നുണ്ട്. ഓക്കെ, സോ 24,050 വരെ നമുക്ക് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. അവിടെ വരെ ടാർഗറ്റ്സ് ഫെർദർ കാണുന്നുണ്ട് തേർഡ് വേവിൽ. ഓക്കെ, ഒറ്റയടിക്ക് വരത്തില്ല, ശ്രദ്ധിക്കണം കേട്ടോ. ഒറ്റയടിക്ക് ടാർഗറ്റ് വരാറില്ല, നമ്മുടെ മൂവ്സിലാണ് ഡിപ്പെൻഡ് കേട്ടോ. സോ ഇപ്പോൾ നമ്മൾ ചെറിയ സ്ട്രക്ചറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് ചാനലാണ് ഉള്ളത്. ഞാൻ ഇന്നിപ്പോൾ നോക്കിയപ്പോൾ ലൈവ് മാർക്ക് ചെയ്തായിരുന്നു. ഈ ഒരു ചാനലാണ് ഉള്ളത് ഓവറോൾ. കണ്ട, തേർഡ് വേവ് മോസ്റ്റ്ലി ചാനലിലാണ് ഉണ്ടാവാറുള്ളൂ. സോ ഇന്നും ഇത് നമ്മൾ നോക്കുവാണെങ്കിൽ 2 ഇത് കണ്ട, ഈ തേർഡ് വേവ് ഫുൾ ചാനലാണ്. സോ ചാനലിൻ്റെ ബ്രേക്ക് ഡൗൺ ആവുന്നവരെ ബിയറിഷ് ആവേണ്ട. ഇൻ കേസ് നാളെ ഫ്ലാറ്റ് ടു പോസിറ്റീവ് ഓപ്പണിംഗ് ആണോ എങ്ങനെയാണ് അത് നോക്കിയിട്ട് വേണം ട്രേഡ് എടുക്കാൻ. ഓക്കെ, ഇപ്പോൾ ഇതിന് സപ്പോർട്ട് വീണ്ടും തിരിച്ച് കയറുവാണെങ്കിൽ ഓക്കെ, ദെൻ മുകളിലേക്ക് പോകും. ഓർ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ റെസിസ്റ്റൻസ് കറക്റ്റ് ഇനി ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. സോ നേരെ റെസിസ്റ്റൻസ് 23,666 ആ ഏരിയ വരുന്നുണ്ട് കേട്ടോ, ശ്രദ്ധിക്കണം. അവിടെ നിന്ന് ചിലപ്പോൾ വീണ്ടും പിന്നെ തേർഡ് വേവ് തീരും. ദാറ്റ് മീൻസ് അതിൻ്റെ ഒരു ടാർഗറ്റ് അടിച്ച് ദെൻ വീണ്ടും താഴേക്ക് വരും, റീട്രേസ്മെൻറ്റ് തരും. ഫോൾ അല്ല, റീട്രേസ്മെൻറ്റ്. ദാറ്റ് മീൻസ് താഴേക്ക് പ്രൈസ് വന്ന് വീണ്ടും സപ്പോർട്ട് പിന്നെ ഫിഫ്ത്ത് വേവിലേക്ക് മുകളിലേക്ക് താഴേക്ക് റീട്രേസ്മെൻറ്റ് വന്ന് വീണ്ടും മുകളിലേക്ക് പോകാനുള്ള ഒരു അതുണ്ടാകും. ഓക്കെ, അപ്പോൾ നാളെ ഓപ്പണിംഗ് എങ്ങനെയാണ് അതാണ് നമുക്ക് നോക്കാനുള്ളത്. 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിനോട് ഒന്നുകൂടി നമുക്ക് ലെവൽ ചെക്ക് ചെയ്യാം. ലെവൽ ഒരു ഏരിയ തന്നെ ആവട്ടെ, 2860 തന്നെ ആവട്ടെ. കണ്ട, ഇവിടെ റിജക്ഷൻ ഇത് ഹേർഡൽ ടൈപ്പാണ് ഇത് കേട്ടോ. ഒരു ഹേർഡൽ വരുന്നുണ്ട് ഇതിൻ്റെ അഭാവം കൂടി. 900
900 ശരി, റെസിസ്റ്റൻസ് 900 കൂടിയാണ്. ഒരു ഹേർഡിലാണ്, നമ്മൾ ശ്രദ്ധിക്കുക, അത്രേ ഉള്ളൂ. എന്തായാലും ചാനൽ ബേസിനുള്ള നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ പ്രൈസ് വീണ്ടും വന്ന് താഴെ നിന്ന് ഇവിടെ സപ്പോർട്ട് ചെയ്ത് മുകളിൽ കയറുന്നുണ്ടോ എന്ന് നോക്കണം. പിന്നെ വേറൊരു കാര്യം പറയാം എനിക്കിന്നുള്ളതാണ്, നമ്മുടെ ഫസ്റ്റ് നിങ്ങൾ എല്ലാവരും കൂടി ഒരു മെസ്സേജ് ഇടണം കേട്ടോ. എല്ലാവരും എത്ര പേര് കാണുന്നവരെല്ലാവരും കൂടി ലൈക്കും ചെയ്യണം, മെസ്സേജ് പ്രത്യേകിച്ച് ഇടണം. നമ്മുടെ ബോട്ടം നമ്മുടെ എവിടെ ഫൈൻഡ് ചെയ്തായിരുന്നു, ഈ ഒരു ഏരിയയിൽ 22,800. ഇവിടുന്ന് എല്ലാവരും യൂട്യൂബിലായാലും പല ചാനൽസിലും എല്ലാവരും എല്ലാ ഗ്രൂപ്പ്സിലും ഐ തിങ്ക് എല്ലാവരും ബിയറിഷ് ആയിരുന്നു, റൈറ്റ് അല്ലേ? ഇവിടുന്ന് 20,000, 80,000, 22,000 ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ബട്ട് ഞാൻ ഇവിടുന്ന് ഞങ്ങളുടെ അടുത്ത് എന്താ പറഞ്ഞത്, ബൈ വരും, ബോട്ടം ഫൈൻഡ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ഇവിടെ ഈ ഏരിയയിൽ ബോട്ടം അടിക്കും മാർക്കറ്റ്. ആൻഡ് ദെൻ അവിടുന്ന് ഓൾമോസ്റ്റ് 1,000 പോയിൻറ്റ് 22,800 ടു ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് 900 പോയിൻറ്റ്സ് അപ്പാണ്. അവിടെ 900 പോയിൻറ്റ്സ് അപ്പാണ്. ഇത്രയ്ക്ക് ഒരു മെസ്സേജിങ് ഇതുവരെ ആരും ഇട്ടിട്ടില്ല കേട്ടോ ഗ്രൂപ്പിൽ, നമ്മുടെ എൻ്റെ യൂട്യൂബിൽ ആരും കമൻറ്റ് ചെയ്തിട്ടില്ല. ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കമൻറ്റ് ചെയ്താലേ എനിക്കൊരു കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് കിട്ടുള്ളൂ. യെസ്, ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് ഒരു അനാലിസിസ്, യെസ് എന്തെങ്കിലും ഒരു ഗുണമുണ്ട്, ആളുകൾ പഠിക്കുന്നുണ്ട്. ട്രേഡ് എടുക്കണമെന്നില്ല എന്ന് അത് എനിക്കറിയേണ്ട കാര്യമില്ല. എന്ന് വെച്ചാൽ പഠിച്ചു കഴിഞ്ഞിട്ടാണ് ശരിക്കും നമ്മൾ റിസ്ക് എടുക്കാവുള്ളൂ. സോ ഇപ്പോൾ പഠിക്കുക. ഇത്രയ്ക്ക് ഒരു ഇതായിട്ട് ആരും പറയാറില്ല. ഇത് ഇവിടുന്ന് റിവേഴ്സ് ആവാനുള്ള ചാൻസസ് ആണ്, ബോട്ടം അടിക്കാൻ ഉള്ള ചാൻസസ് ആണ്. സോ ഇപ്പോൾ ഞാൻ അത് വലിയൊരു ഡയലോഗ് അടിക്കുന്നില്ല. ബട്ട് യെസ്, ഇവിടെ നമ്മൾ 900 to 1,000 പോയിൻറ്റ് അപ്പാണ് എക്സാക്റ്റ് അവിടുന്ന്, റൈറ്റ്? ന്യൂ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും. അവർക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും. അവർ അന്നത്തെ ഈ ഒരു വീഡിയോ കണ്ടാൽ മതി. ഇന്ന് ഡേറ്റ് ചെയ്താണ് ഐ തിങ്ക് 27 ജനുവരി 27 to 28 ജനുവരിയുടെ ആ ഒരു വീഡിയോ കാണുവാണെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും നമ്മുടെ ഇതിൻ്റെ ഇടയിൽ ജനുവരിയുടെ 26, 27 ആ ഒരു. അപ്പോൾ അവിടെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞായിരുന്നു ആ ഒരു വീഡിയോയിൽ. അതിന് മുന്നേ ഉള്ള 2-3 ദിവസം മുന്നേ തന്നെ ഞാനിവിടെ പറഞ്ഞായിരുന്നു നമ്മളിവിടെ വന്നിട്ട് ബോട്ടം അടിക്കുക. ആൻഡ് ദെൻ ബോട്ടം അടിക്കാനുള്ള ശ്രമം, ഒരു ട്രൈ ഉണ്ടാകും. ആൻഡ് ദെൻ ഇവിടുന്ന് ബോട്ടം അടിച്ചാൽ നമ്മൾ വീണ്ടും മുകളിലേക്ക് പോകും. ആൻഡ് ഇന്ന് ഇവിടെ നിന്ന് നമ്മൾ 900 പോയിൻറ്റ്സ് അപ്പാണ്. എല്ലാവരും റെഗുലർ വ്യൂവേഴ്സ് പ്രത്യേകിച്ച് മെസ്സേജ് ചെയ്യണം കേട്ടോ. യെസ്, നിങ്ങൾ ട്രാക്ക് ചെയ്തു, നിങ്ങൾ കണ്ടു എന്തൊക്കെ നിങ്ങൾ ചെയ്തു, അതൊക്കെ നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ ഒന്ന് ഇത് ചെയ്യണം, കമൻറ്റ് ചെയ്യണം മറക്കരുത്. ഓക്കെ, പിന്നെ ഇനി എനിക്ക് പറയാനുള്ളത് എന്താണ്, നമ്മുടെ ഇത് ഫുള്ള് 5 മൂവ്സ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു വേവ് ആകും കംപ്ലീറ്റ്. ഓക്കെ, 5 മൂവ് കഴിഞ്ഞാൽ വേവ് മുകളിലേക്ക് ഒരു ഫുള്ളൊരു 1 വേവാണ്. 3 മൂവ് താഴേക്ക് വന്നാൽ അത് സെക്കൻഡ് വേവാണ്. ആൻഡ് 5 മൂവ്സിൽ മുകളിലേക്ക് പോകുക, അത് തേർഡ് വേവാണ്. ഓക്കെ, ഇനി ഈ ഒരു ഏരിയ ഇത് കണ്ടോ, ഫസ്റ്റ് വേവിൻ്റെ ഹൈ അത് ഞാനിപ്പോൾ ബ്ലൂ ആക്കി ഒന്ന് മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് വേവിൻ്റെ ഹൈ കണ്ടോ നിങ്ങൾ? ഫസ്റ്റ് വേവിൻ്റെ ഹൈ, അത് ഫസ്റ്റ് വേവിൻ്റെ ഹൈ എപ്പോഴും നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് എന്താണ്, സപ്പോസ് നമ്മൾ ഇതൊരു ബ്രേക്ക് ചെയ്തു, ഇവിടെ നിന്ന് പ്രൈസ് മുകളിലേക്ക് പോയി ബ്രേക്ക് ചെയ്തു, ഫസ്റ്റ് വേവിൻ്റെ ഹൈ, തേർഡ് വേവിൽ എൻറ്റർഡ് ആയി. ഓക്കെ, ദെൻ പ്രൈസ് ഒരു റിട്രേസ്മെൻറ്റ് തരുമല്ലോ. ആ ഒരു സമയത്ത് ഫസ്റ്റ് വേവിൻ്റെ ടെറിട്ടറിയിലേക്ക് വരാൻ പാടില്ല. ഓക്കെ, ഇത് കണ്ടോ, അതേതാണ് 23,630. സോ ഇത് റെസ്പെക്റ്റ് ചെയ്യണം ഐഡിയൽ കേസസിൽ. ഇല്ലിയറ്റ് വേവിൻ്റെ ഐഡിയൽ കേസസിൽ ഈ ഒരു ഹൈ റെസ്പെക്റ്റ് ചെയ്യണം. എപ്പോഴാണ് തേർഡ് വേവിൻ്റെ ബ്രേക്ക് ഔട്ട് ആകുമ്പോഴത്തേക്ക് തിരിച്ച് വരുമ്പോഴത്തേക്ക് അത് റെസ്പെക്റ്റ് ചെയ്തേ പറ്റും. അതിൽ ബിലോ പോകാൻ പാടില്ല ഇൻ ഐഡിയൽ കേസസ്. ബിലോ പോയാൽ ദാറ്റ് മീൻസ് പിന്നെ വീക്കാണ്, ബുൾസ് ഇത്രയും വീക്കാണെന്ന് പറയാം. ഓക്കെ, സോ ഇന്ന് അതുപോലെ ഇന്ന് കണ്ടോ നിങ്ങൾ, പ്രൈസ് താഴെ വന്നു, എന്തെങ്കിലും റിട്രേസ്മെൻറ്റ് എടുത്തിട്ട് വീണ്ടും മുകളിലേക്ക് പോയി ബ്രേക്ക് ഔട്ട് തന്നു. ആൻഡ് മുകളിലേക്ക് പോയിട്ട് അതിൻ്റെ ഹൈ ക്രോസ് ചെയ്ത് വീണ്ടും തിരിച്ച് വന്നപ്പോൾ അത് കണ്ടോ കറക്റ്റായിട്ട് അവിടെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു ക്യാൻഡിൽ. ഓക്കെ, അതാണ് പറയുന്നത് ഫസ്റ്റ് വേവിൻ്റെ ടെറിട്ടറിയിൽ അത് വരാൻ പാടില്ല. ഓക്കെ, ദാറ്റ് മീൻസ് ഇവിടുന്ന് ഇതിൻ്റെ ബിലോ പോകാൻ പാടില്ല. ഇവിടെയാണ് കറക്റ്റായിട്ട് റെസ്പെക്റ്റ് ചെയ്യും ആ ഒരു ലെവൽ കണ്ടോ. സോ റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് കറക്റ്റായിട്ട് മുകളിലേക്ക് കണ്ടോ. സോ അതാണ് ഞാൻ ഇന്ന് ആക്ച്വലി കറക്റ്റായിട്ട് നമ്മുടെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ ഒരു മെസ്സേജ് ഇട്ടായിരുന്നു, ഈ ഒരു മെസ്സേജ്. സോ ഇത് ശ്രദ്ധിക്കുക, എപ്പോഴും ശ്രദ്ധിക്കുക ഈ വേവ്സിൻ്റെ കാര്യം. അതൊക്കെ നമ്മുടെ ഈ എക്സ്പ്ലനേഷൻ വീഡിയോ ഇതുവരെ വന്നിട്ടില്ല. വേവ് 1, വേവ് 2, വേവ് 3, വേവ് 5 ഇതൊക്കെ എല്ലാം സെപ്പറേറ്റ് വീഡിയോ വരും. ബട്ട് കുറച്ചുകൂടി സബ്സ്ക്രൈബേഴ്സ് കൂടിയിട്ട് കുറച്ചുകൂടി സമയം എനിക്ക് കിട്ടട്ടെ, എന്നിട്ട് എനിക്ക് ആക്ച്വലി ഫ്രീ മൈൻഡ് ആകുമ്പോഴത്തേക്കാണ് എനിക്ക് അത് ആക്ച്വലി ഡീപ്പായിട്ട് എക്സ്പ്ലനേഷൻ തരാൻ പറ്റുള്ളൂ. ഒരു ഫസ്റ്റ് വേവിൽ എത്ര മൂവ് ഉണ്ടാവും, എത്ര വരെ പോകും, എവിടെ നിന്ന് റിജക്ഷൻ തരും,
പിന്നെ സെക്കൻഡ് എങ്ങനെ, തേർഡ് എങ്ങനെ, അതിൽ ഏത് പാറ്റേൺ ഉണ്ടാവും, ന്യൂസ് ഏത് വേവിൽ എങ്ങനത്തെ ന്യൂസ് വരും, ഇതൊക്കെ എല്ലാം ബുക്സിൽ നമ്മുടെ എലിറ്റ് വേവിൻ്റെ ബുക്സിൽ ഇതൊക്കെ എല്ലാം ഉണ്ട്, മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ റൂൾസാണ്, മനസ്സിലായി? ഇതൊക്കെ എല്ലാം റൂൾസാണ്. ഈ ബേസിലാണ് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ മൂവ് ചെയ്യാറുള്ളൂ. ഓക്കെ, അത് നോക്കി സ്ലോലി നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. പിന്നെ നമ്മുടെ റെഗുലർ വ്യൂവേഴ്സ് അവർ കണ്ടിട്ടുണ്ടാവും എലിറ്റ് വേവിൻ്റെ വീഡിയോസ്, 2 വീഡിയോസ് ഉണ്ട്, പിന്നെ ലിക്വിഡ് സ്വീപ്പ് ഇതൊക്കെ ഉണ്ട്. സോ അവരൊക്കെ കണ്ടിട്ടുണ്ടാവും, അവരൊന്നുകൂടി കാണുന്നത്. പിന്നെ ന്യൂ സബ്സ്ക്രൈബേഴ്സ് മസ്റ്റായിട്ട് ഇത് കാണണം, ഈ വേവ്സിൻ്റെ ഈ വ്യൂവേഴ്സ് ഇത് മസ്റ്റായിട്ട് ഇത് കാണണം കേട്ടോ. സോ ഇനി നാളത്തേക്ക് ഇത്ര എനിക്ക് പറയാനുള്ളൂ നമ്മുടെ ഏരിയയിൽ. ചാനലിൻ്റെ ബ്രേക്ക് ഡൗൺ ആവുകയാണെങ്കിൽ മാത്രമേ ഫുർദർ താഴേക്ക് നമുക്ക് ഫോൾ കാണാൻ പറ്റും. അത് ഇങ്ങനത്തെ ഒരു ലെവൽസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ, ഫസ്റ്റ് നമ്മുടെ ഈ ഒരു ലെവൽ, ഈ ലെവൽ മാർക്ക് ചെയ്ത് 630 ഇതിൻ്റെ ബിലോ പോവുകയാണെങ്കിൽ മാത്രമേ ഫുർദർ ഫോൾ താഴേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ടാകും, അല്ലെങ്കിൽ അപ്സൈഡ് തന്നെ. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഇവിടെ തന്നെയാണെങ്കിൽ കോഷ്യസ് ആവണം കേട്ടോ. ഓപ്പണിംഗ് ഇവിടെ തന്നെയാണ് 23,008. സോ ഇതിൻ്റെ അബവ് പ്രൈസ് സസ്റ്റൈനിൽ മാത്രമേ ഫർദർ അപ്സൈഡ്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ഓപ്പൺ ഈസിക്വൽ ടു ഹൈ ഓപ്പണിംഗ് കാണിച്ച് പിന്നെ റിജക്ഷൻ വരും താഴേക്ക്. ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, കാരണം വെച്ചാൽ ഫിബൊനാച്ചിയുടെ റെസിസ്റ്റൻസ് സോണാണ്. പിന്നെ ഇനി നമുക്ക് വേഗം ബാങ്ക് നിഫ്റ്റി പോകാം. ബാങ്ക് നിഫ്റ്റി ലെവൽസ് ഞാൻ ഇത്രയൊക്കെ ലെവൽസാണ് യെസ്റ്റർഡേയിൽ ഞാൻ ഷെയർ ചെയ്തായിരുന്നു. ബാങ്ക് നിഫ്റ്റി കണ്ടോ, ഗ്യാപ്പ് ഓപ്പണിംഗ് കറക്റ്റ് അവിടെ നിന്ന് റിജക്ഷൻ എടുത്തു, സൈഡ് കണ്ടോ, റിജക്ഷൻ എടുത്ത് എങ്ങനെ കണ്ടോ, റിജക്ഷൻ എടുത്ത് താഴേക്ക് വന്ന് സപ്പോർട്ട് വീണ്ടും മുകളിലേക്ക് പോയി. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ അനലൈസിസ് നമ്മൾ ഇത്ര സ്ട്രക്ചർ ചെയ്തായിരുന്നു 1 2 3 4 ആൻഡ് ബാങ്ക് നിഫ്റ്റി 5th പോയി, ഇപ്പോൾ 5th എൻറ്റേർഡ് ആയി. യെസ്, ഓവറോൾ സ്ട്രക്ചർ ബാങ്ക് നിഫ്റ്റി 1 2 ഈ ഫുൾ 3 4 and 5. സോ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഈ ബാങ്ക് നിഫ്റ്റിയിൽ ഇത് മസ്റ്റ് ആട്ടോ. ഈ ഒരു സപ്പോർട്ട് റെഡ് ലൈൻ 2 to 4 ലൈനാണ് ഇത് എലിറ്റ് വേവിൽ നമ്മൾ പറയാറുള്ളൂ. ഇങ്ങനത്തെ ലൈൻസ് മാത്രമേ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യുള്ളൂ. ബാക്കി നിങ്ങൾ അങ്ങോട്ട് വരച്ചാലുണ്ടല്ലോ റെസ്പെക്ട് ചെയ്യില്ല. ഞാനും ആദ്യമേ ഇങ്ങനെ ആയിരുന്നു, ബട്ട് ഇത് പഠിച്ച് കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായി, ഇത് മാത്രമേ റെസ്പെക്ട് ചെയ്യാറുള്ളൂ. 1 2 3 4, അപ്പോൾ 3 to 4 ലൈൻ ഇങ്ങനെ ഇടുക. അതൊക്കെ ഞാൻ ഷെയർ ചെയ്ത് തരാം. എനിക്കങ്ങനെ ഒരു മടിയില്ല, ഒരു മറിച്ച് വെക്കാനുള്ള താല്പര്യമൊന്നുമില്ല. ഞാൻ ഓപ്പൺലി എല്ലാം എനിക്കറിയുന്ന അതൊക്കെ എല്ലാം ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാറുണ്ട്. അല്ലാണ്ട് ഹൈഡ് ചെയ്ത് എനിക്കൊരു പ്രീമിയം ചാനൽസ് അത് കാര്യങ്ങളൊന്നുമില്ല. വാട്സപ്പിലായാലും ടെലിഗ്രാം ഗ്രൂപ്പ് ഒന്നുമില്ല. ഞാൻ എല്ലാം ഇവിടെ മാത്രമേ ഡിസ്കസ് ചെയ്യാറുള്ളൂ. എല്ലാം ഓപ്പൺ ആണ് നമ്മുടെ ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ എല്ലാം. ഓക്കെ, സോ റെസിസ്റ്റൻസ് നമ്മുടെ 50,670 ആണ് ബാങ്ക് നിഫ്റ്റിയിൽ. അപ്പോൾ ബാങ്ക് നിഫ്റ്റി ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ആൻഡ് നിഫ്റ്റിയിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, അവിടെ നിന്ന് റെസിസ്റ്റൻസ് എടുക്കാനുള്ള ചാൻസസ് ഉണ്ടാവും, പിന്നെ താഴേക്ക്. സോ ബാങ്ക് നിഫ്റ്റി ഓവറോൾ 5th നമ്മൾ നോക്കുകയാണെങ്കിൽ 3 to 5 അങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്. ഈ ഫിബൊനാച്ചിയൊക്കെ നമ്മൾ മെഷർ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണെന്ന് അറിയാമോ? ഇതൊക്കെ എല്ലാം എലിറ്റ് വേവിൻ്റെ വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതിലുണ്ടാകും, കറക്റ്റായിട്ട് അറിയാൻ പറ്റും നിങ്ങൾക്ക്. അത് കാണണം ന്യൂ സബ്സ്ക്രൈബേഴ്സ്. യെസ്, അതിലേക്ക് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ട 127.20% ആണ് കറക്റ്റ് ഈ ഏരിയയിൽ വരുന്നത്. ഓക്കെ, സോ 5th വേവ് അവിടെ ഈ ഏരിയയിൽ മാത്രമേ ഇവിടെ വരെ പോകാറുള്ളൂ. മാക്സ് ടു മാക്സ് 50,000 16.80% അവിടെ വരെ പോകാറുള്ളൂ 5th വേവ്. സോ ശ്രദ്ധിക്കുക. സോ ഇത് ചിലപ്പോൾ ഗ്യാപ്പ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇതൊക്കെ റീട്രേസ്മെൻറ്റ് താഴേക്ക് വരും. അതുപോലെ നമ്മുടെ നിഫ്റ്റി അങ്ങനെ തന്നെയാണ്. ഓക്കെ, റീട്രേസ്മെൻറ്റ് തരുള്ളൂ, ഹ്യൂജ് ഫോൾ അല്ല, റീട്രേസ്മെൻറ്റ് തരുള്ളൂ, ശ്രദ്ധിക്കണം. ഓക്കെ, ഹ്യൂജ് ഫോൾ ഇപ്പോൾ സ്ട്രക്ചറില്ല, ബട്ട് യെസ് റീട്രേസ്മെൻറ്റ് എടുത്തിട്ട് പിന്നെ താഴേക്ക് വരുമ്പോൾ അത് അത്യാവശ്യം നല്ല ഇൻട്രഡേ പർപ്പസിന് നമുക്ക് ഇത് കിട്ടിയല്ലോ. ഹ്യൂജ് ഫോളിൽ അങ്ങനെ എന്തെങ്കിലും അങ്ങനെയാണെങ്കിൽ അലോട്ടാണെങ്കിൽ ഞാൻ നേരത്തെ തന്നെ പറയുള്ളൂ കേട്ടോ. സോറി, ബാങ്ക് നിഫ്റ്റിയിൽ വേറെ എന്തെങ്കിലും സപ്പോർട്ടിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ യെസ്, ഈ ലോ ഈ 2 ക്യാൻഡിൽസിൻ്റെ കണ്ട നന്നായിട്ടൊരു ഫ്രഷ് ബൈങ് ജനറേറ്റ് ആയതാണ് കണ്ട, അതാണ് അത്. അപ്പോൾ പിന്നെ നമുക്ക് ഇവിടെ ഷിഫ്റ്റ് ചെയ്തേക്കാം. ഇതൊരു സപ്പോർട്ടായി. ഓക്കെ, പിന്നെ ഈ ഒരു ഗ്യാപ്പൊക്കെ ഈ ഗ്യാപ്പ് സപ്പോർട്ടായിട്ടായിരിക്കുള്ളൂ. സ്ട്രക്ചറിൽ വീക്ക്നെസ് ഇല്ല, താഴേക്ക് വരികയാണെങ്കിൽ ബൈങ് തന്നെ ജനറേറ്റ് ആവുള്ളൂ കേട്ടോ. 2 ഇൻഡെക്സിൻ്റെ സ്ട്രക്ചർ അങ്ങനെ തന്നെയാണ്, ബാങ്ക് നിഫ്റ്റി ആയാലും നിഫ്റ്റിയുടെ ആയാലും 2 ഇൻഡെക്സിൻ്റെ സ്ട്രക്ചർ അങ്ങനെ തന്നെയാണ്. ബയോൺ ഡിപ്പാണ് ഈ ഒരു സമയത്ത് ഇപ്പോൾ കാണുന്നത്. ഓക്കെ, വേറെ റെസിസ്റ്റൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ ഇതിനകത്ത് ബാക്കിൽ ഒന്ന് നോക്കുകയാണെങ്കിൽ എവിടെയെങ്കിലും റെസിസ്റ്റൻസ്, യെസ്, ഇതിൻ്റെ അബവുള്ള റെസിസ്റ്റൻസ് ഇതാണ്. ഓക്കെ, 800 എക്സാക്ട് 800 ആണ് റെസിസ്റ്റൻസ്. അത്രേ ഉള്ളൂ. ഇനി എനിക്ക് പറയണം, ഇനി വേഗം നമുക്ക് സെൻസെക്സിൽ പറയാം. ഓക്കെ, പ്ലീസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ ഇതൊക്കെ എല്ലാം ഷെയർ ചെയ്യണം കേട്ടോ എല്ലാവരും കൂടി.
മറക്കരുത് നിങ്ങളുടെ ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യണം. ഇനി നമ്മുടെ സെൻസെക്സിൽ സ്ട്രക്ചർ 1 2 3 4 5 and then retracement. Yes. സെൻസെക്സിലും ടാർഗറ്റ്സ് ഹ്യൂജ് വരുന്നുണ്ട്. ഓപ്പണിംഗ് നാളെ ഗ്യാപ്പ് അപ്പ് ആവേണ്ടതാണ്. എത്ര ഗ്യാപ്പ് ആകുമെന്ന് അറിയില്ല. പ്രീമിയം ഇന്ന് നോക്കുകയാണെങ്കിലല്ലോ, ഞാൻ ഇന്നൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. പ്രീമിയം ഭയങ്കര സ്റ്റക്കായി കിടക്കുമായിരുന്നു. പ്രീമിയം അത്രയ്ക്ക് മൂവ് ചെയ്തില്ല ലാസ്റ്റിൽ. നമ്മുടെ നിഫ്റ്റിയുടെ സ്പോട്ട് അങ്ങനെ കയറിക്കൊണ്ടിരുന്നു, ബട്ട് പ്രീമിയംസ് അങ്ങനെ കയറിയിട്ടുണ്ടായില്ല. പ്രീമിയംസ് ലാസ്റ്റ് ആയപ്പോൾ സ്റ്റക്കായി കിടക്കുമായിരുന്നു. എന്താണ് ഇവിടെ ഉദ്ദേശിച്ചതെന്ന് അറിയില്ല. ബട്ട് ശരിക്കും പ്രീമിയം ബ്രേക്ക് ഔട്ട് തരേണ്ടതായിരുന്നു. പ്രീമിയം ചാർട്ടിൽ നോക്കണം കേട്ടോ. ട്രെൻഡ് ലൈൻസ് ഒക്കെ വരുന്നുണ്ട്. പ്രീമിയം ചാർട്ടിൽ നിങ്ങൾ നോക്കാറില്ല തോന്നുന്നു. ട്രെൻഡ് ലൈൻ ഞാൻ നന്നായി ട്രാക്ക് ചെയ്യാറുണ്ട്. നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യാൻ തുടങ്ങുക എല്ലാവരും കൂടി. ഓക്കെ, സോ നെക്സ്റ്റ് ഇനി 78,800 ആൻഡ് 79,400 വരെ പോകാനുള്ള ചാൻസസ് ഉണ്ടാകും. മുകളിൽ 80,000 വരെ പോകാനുള്ള ചാൻസസ് ഉണ്ടാകും. നമുക്ക് റെസിസ്റ്റൻസ് എവിടെ നിന്ന് മാർക്ക് ചെയ്യുന്നത്? നമ്മുടെ ഫിബ് ബേസിലല്ല, നമ്മൾ ഫിബ് ബേസും നോക്കും, പ്ലസ് ഇവിടെ നിന്നേ നോക്കും നമ്മൾ എവിടെ നിന്ന് ഹ്യൂജ് സെല്ലിംഗ് ജനറേറ്റ് ആയത്. അതാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാറുള്ളൂ. ഓക്കെ, കാരണം വെച്ചാൽ നമുക്ക് ബാക്ക് ടെസ്റ്റ് ഡാറ്റയിൽ നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ കിട്ടാറുണ്ട്. ജസ്റ്റ് റെസിസ്റ്റൻസ് ആൻഡ് ദെൻ ഇവിടെ വരുന്നത് റെസിസ്റ്റൻസ്. ഇതായിരിക്കും. ഇത് OB ആണ്, ഓർഡർ ബ്ലോക്കാണ്. 79,900 അവിടെ ഓർഡർ ബ്ലോക്ക് ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ഓർഡർ ബ്ലോക്ക് ഇവിടെ ഉണ്ട്. റെസിസ്റ്റൻസ് ഇഷ്ടംപോലെ വരുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് ഇത് റെസിസ്റ്റൻസ് ഇല്ല. ഇത് റെസിസ്റ്റൻസ് ആയി. ഇവിടെ ഒരു OBയുടെ റെസിസ്റ്റൻസ് ആയി. എന്തായാലും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഫിബൊനാച്ചി